കരുതലുമായി ഇടതു സർക്കാർ. തീരദേശ ജനതയുടെ സുരക്ഷിത പുനരധിവാസം എന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ നടന്നെടുത്തു കഴിഞ്ഞു. തീരദേശവാസികളുടെ പുനരധിവാസത്തിന് തിരുവനന്തപുരം മുട്ടത്തറയിൽ സംസ്ഥാന സർക്കാർ നിർമ്മിച്ച ഭവന സമുച്ചയത്തിലെ ഫ്ളാറ്റുകൾ അർഹതപ്പെട്ടവരുടെ കൈകളിൽ. പ്രത്യാശ ഫ്ളാറ്റ് സമുച്ചയം കുടുംബങ്ങൾക്ക് കൈമാറുന്നതോടെ മാതൃകയാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കടലാക്രമണ ഭീഷണിയിൽ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ ഫ്ളാറ്റുകൾ പണിതു നൽകിയത്. പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രത്യാശ എന്ന പേരിൽ പണിത ഫ്ളാറ്റ് സമുച്ചയത്തിൽ ആകെ 400 ഫ്ളാറ്റുകളാണുള്ളത്. ഫ്ളാറ്റിലേക്ക് മാറുന്ന കുടുംബങ്ങളിൽ 162 കുടുംബങ്ങൾ വാടകയ്ക്ക് കഴിഞ്ഞവരാണ്. ജില്ലാതല കമ്മിറ്റി അംഗീകരിച്ച 133 ഗുണഭോക്താക്കളും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ 18 കുടുംബങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. കടൽ തീരത്തിന് 50 മീറ്റർ അടുത്തുവരെ താമസിക്കുന്ന കടലോരവാസികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള സർക്കാരിന്റെ ബൃഹത് പദ്ധതിയാണ് പുനർഗേഹം. ക്ഷീരവികസന വകുപ്പ് കൈമാറിയ 8 ഏക്കറിലാണ് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. 81 കോടിയാണ് നിർമ്മാണ ചെലവ്. രണ്ടാം ഘട്ടത്തിൽ 68 ഫ്ളാറ്റുകളാണ് സർക്കാർ നിർമ്മിച്ചു നൽകുക. തീരമേഖലയിൽ നിരവധിയായ വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിവരുന്നത്. അതിന്റെ തുടർച്ചയാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഫ്ളാറ്റുകൾ. നാളിതുവരെയായി പദ്ധതി വഴി 5361 കുടുംബങ്ങൾക്ക് സർക്കാർ സുരക്ഷിത കൂടൊരുക്കി. 460 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് പദ്ധതിക്ക് കീഴിൽ ഇതുവരെ പൂർത്തീകരിച്ചത്. 260 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുകയാണ്. കാരോട്, ഭീമാപള്ളി, കൊല്ലം, BSS കോളനി, പൊന്നാനി എന്നിവിടങ്ങളിലായി പദ്ധതി പ്രകാരം 390 കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു. വ്യക്തിഗത ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് പുനരധിവസിപ്പിക്കപ്പെട്ടവരുടെ എണ്ണം 2488 ആണ്. മണ്ണുംപുറം, നിറമരുതൂർ, വെസ്റ്റ് ഹിൽ, കോയിപ്പാടി എന്നിവിടങ്ങളിൽ ഭവന സമുച്ചയ നിർമ്മാണം പുരോഗമിക്കുന്നു. 12558 കുടുംബങ്ങൾക്ക് ഇതിനകം പുനരധിവാസ ആനുകൂല്യം അനുവദിച്ചിട്ടുണ്ട്. ഭൂമിയുള്ള 9635 പേർക്ക് ലൈഫ് പദ്ധതി പ്രകാരം വീട് നൽകി. ബജറ്റ് വിഹിതമായ 3212 കോടിക്ക് പുറമെ കിഫ്ബി വഴിയും വിവിധ വകുപ്പുകളും പാക്കേജുകളും വഴിയും തീരവികസനത്തിനായി 11,000 കോടിയാണ് നൽകിയത്. മത്സ്യത്തൊഴിലാളി ഇൻഷുറൻസ് ആനുകൂല്യത്തിന് 20 ലക്ഷം നൽകി. 520 FRP യാനങ്ങൾ നൽകി. വിദ്യാതീരം വഴി 97 വിദ്യാർത്ഥികൾക്ക് MBBSന് പ്രവേശനമായി. 115 ഫിഷ് മാർട്ടുകൾ തുടങ്ങി. തീരദേശത്ത് 79 സ്കൂളുകൾ നവീകരിച്ചു. സാഫിൽ 8000 കുടുംബങ്ങൾക്ക് സുസ്ഥിര വരുമാനമൊരുക്കി. കെട്ടുറപ്പുള്ള കടലാക്രമണ ഭീഷണിയില്ലാത്ത സുരക്ഷിത ഭവനം സ്വന്തമാകുന്നതോടെ തീരദേശ മേഖലയുടെ വലിയൊരു ആശങ്ക കൂടിയാണ് ഇല്ലാതാകുന്നത്. കാര്യക്ഷമമായ ഇടപെടലുകളിലൂടെ സർവ്വതോമുഖ ക്ഷേമം ഉറപ്പാക്കുകയാണ് ഇടതു സർക്കാർ. ജനങ്ങൾക്ക് കരുത്തും കരുതലുമാവുന്ന സർക്കാർ, ജനങ്ങളുടെ സർക്കാർ.